എറണാകുളം പെരുമ്പാവൂരിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്ന് രാവിലെ 11:30ഓടെയാണ് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻമരിയ, ഈ കാട്ടാന ഏത് ഭാഗത്തായിട്ടാണ് എത്തിയത്? ഇന്ന് ഞായറാഴ്ചയാണ്. സ്വാഭാവികമായും റോഡിൽ ഈ വിനോദസഞ്ചാരികളൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. കാട്ടാന ആരെങ്കിലും ആക്രമിക്കുകയോ മറ്റ് ആക്രമണം നടത്തുകയോ ഒക്കെ ചെയ്തിരുന്നോ? എന്താണ് വിവരങ്ങൾ? പ്രവിത, പെരുമ്പാവൂർ പാണിയേലിലാണ് ഈ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. മേക്കപ്പാല പാണിയേലി റോഡിന് കുറുകെ ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലേക്കാണ് ഈ കാട്ടാന കുറുകെ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ഏകദേശം ഒരു 11:00 കൂടിയൊക്കെയാണ് ഈ കാട്ടാന ഇറങ്ങുന്നത്. ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഇത്. ഇതിനു മുമ്പും ഇവിടെ കാട്ടാനകളെല്ലാം വരുന്ന ഒരു സമീപനവും ഈ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലൂടെയെല്ലാം ഓടുന്നതും ഈ കൃഷികൾ നശിപ്പിക്കുന്നതും അടക്കമുള്ള വാർത്തകൾ ഇതിനു മുമ്പും പുറത്തെല്ലാം വന്നിട്ടുള്ളതുമാണ്. ഈ നിരവധിയായിട്ടുള്ള കാട്ടാനയുടെ ശല്യവും ഈ നാട്ടുകാർക്കുണ്ട്. പലപ്പോഴായിട്ടും അവർ ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കുന്നതുമാണ്. ഇനി പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞായറാഴ്ചയാണ്. വിനോദസഞ്ചാരികളെല്ലാം ഈ പാണിയേലി ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ടും എത്തുന്നവരുമാണ്. ഈ വിനോദസഞ്ചാരികളാണ് ഈ രീതിയിലുള്ള ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളതും. എന്തായാലും ഈ കാട്ടാന ഈ ജനവാസ മേഖലയിൽ നിന്നും പുറത്തു പോയിട്ടില്ല, ഈ പ്രദേശത്ത് തന്നെയുണ്ട് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇതിന് വേണ്ട ഈ കാട്ടാന ശല്യത്തിൽ നിന്ന് ഒരു ഉചിതമായിട്ടുള്ള ഒരു നടപടി ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. പ്രവിധ. ശരി, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് അറിയുന്ന സ്ഥലമാണ് ഈ പണിയേലി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. പണിയേലി പോരുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി വരുന്ന ആളുകൾ മാത്രം, അവിടെ ഉള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ കാട്ടാന വരല് ഒരു സാധാരണ പതിവ് കാഴ്ച. പക്ഷേ ഈ അടുത്ത കാലത്ത് കാട്ടാനയുടെ ആക്രമണങ്ങൾ, അങ്ങനത്തെ വാർത്തകളെല്ലാം വരുമ്പോൾ അവരെല്ലാവരും വലിയ ഭയത്തിൽ തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ അവിടെയുള്ളവരോട് ചോദിച്ചാൽ രാത്രി പാട്ട കൊട്ടും, അല്ലെങ്കിൽ തീയ് വലിയ എല്ലാവരും കൂടെ നിന്ന് തീ ഇങ്ങനെ വലിയ പന്തൊക്കെ ചക്കയൊക്കെ മൂത്ത് കഴിയുമ്പോഴാണ് അപ്പൊ അതിന് മുൻപേ തന്നെ അവർ വെട്ടും. അവർക്ക് അതൊരു വലിയ ഭയമുള്ള കാഴ്ചയായിരുന്നില്ല. ഇപ്പോൾ ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാർത്തകൾ വന്നു തുടങ്ങുമ്പോൾ അവർക്ക് നല്ല പേടിയുണ്ട്. മാത്രമല്ല വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വർധനയുണ്ട് ആ മേഖലയിലേക്ക്, അല്ലെ? പാണിയേലി നല്ല മനോഹരമായ സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ബ്യൂട്ടിഫുൾ ആണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഇങ്ങനെ ആനയൊക്കെ ഉള്ളത് സൂക്ഷിച്ച് വേണം അങ്ങോട്ടേക്ക് പോകാൻ എന്നുള്ളതാണ്.